മക്കളെ, ഇന്ന് നമുക്ക് ഔ എന്ന മാത്ര പഠിക്കാം. നമ്മൾ ഇതേവരെ ഓ എന്ന മാത്ര വരെയാണ് പഠിച്ചത് അല്ലേ? നമ്മൾ ഓ എന്ന മാത്ര വരെ പഠിച്ചു. ആ, ഇ, ഈ, പിന്നെ ഉ, ഊ, ഋ, എ, ഐ, ഓ. അത്രയും മാത്രകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ലാസ്റ്റ് മാത്രയായിട്ടുള്ള ഔ എന്ന മാത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഊ, ഊ, ഋ ഈ മൂന്നെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഊ എന്നത് കണ്ട അക്ഷരത്തെ നേരെ താഴെ ഇങ്ങനെയാണ് ചിഹ്നം ഉണ്ടാവുക. അവിടെ ഉണ്ടല്ലോ, അവിടെ തന്നിട്ടുണ്ട്, താഴെ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. അവിടെ തന്നിട്ടുണ്ട് ഊ എന്ന മാത്ര. പിന്നെ ഊ എന്ന മാത്ര വരുന്നത് അക്ഷരത്തിൻ്റെ അടുത്തുനിന്ന്, അക്ഷരത്തിന് താഴെ ഇങ്ങനെയാണ് തുടങ്ങുക, ഇങ്ങനെ. ഓക്കെ, അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഊ എന്ന മാത്ര. ഋ എന്ന മാത്ര ദാ ഇംഗ്ലീഷിൽ സി ഇടുന്നത് പോലെ അങ്ങനെ അങ്ങോട്ടേ തിരിച്ചിട്ട്. ഓക്കെ, പിന്നെ എ എന്നത് ഒരു വര മാത്രമാണ് ഉണ്ടായിരിക്കുക. ഐ എന്നതിന് 2 വര ഉണ്ടായിരിക്കും. ഓ എന്നതിന് മുകളിലും അതുപോലെ തന്നെ അക്ഷരത്തിൻ്റെ അടുത്തും ഒരു വര ഉണ്ടായിരിക്കും. ഔ എന്നത് അക്ഷരത്തിൻ്റെ അടുത്തൊരു വര ഉണ്ടായിരിക്കും. ആ വരയുടെ മുകളിലായിട്ട് 2 വര ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഔ എന്ന മാത്ര. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഔക്കി മാത്ര വാലെ ശബ്ദമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഔ കണ്ടോ, എല്ലാ അക്ഷരങ്ങൾക്കും ഇവിടെ ഔ എന്ന മാത്ര നോക്കുന്നത് കൊണ്ട് എല്ലാ അക്ഷരത്തിനടുത്തും ഏത് ചിഹ്നമാണ് വെച്ചിരിക്കുന്നത്? ഔ എന്ന ചിഹ്നം വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫ എന്ന അക്ഷരത്തിൻ്റെ അടുത്ത് ഔ എന്ന ചിഹ്നം വെച്ചിട്ടുണ്ട്. ഫൗ, എന്താണ്? ഫൗ. അടുത്തത് ജായാണ്, ഫൗജ്. അതുപോലെ തന്നെ മാ എന്ന അക്ഷരത്തിൻ്റെ അടുത്തും ഔ എന്ന ചിഹ്നം വെച്ചിരിക്കുന്നു. മൗ, മൗജ്. പിന്നെ മാ എന്ന അക്ഷരം അതിനടുത്ത് വീണ്ടും ഔ എന്ന ചിഹ്നം തന്നെ, എന്താണ്? മൗ, മൗൻ, മൗൻ. നോക്കാം, ക എന്ന അക്ഷരത്തിൻ്റെ അടുത്തായിട്ട് ഔ ചിഹ്നം വെച്ചിരിക്കുന്നു. കൗ, കൗ. പിന്നെ ന, രണ്ടും കൂടെ കൂട്ടി വായിക്കുക, കോൻ എന്നാണ്. കോൻ, കൗൻ എന്നല്ല, കോൻ. അടുത്തത് പൗൻ. പ എന്ന അക്ഷരത്തിന് ഔ എന്ന ചിഹ്നമാണ് അല്ലേ? പ എന്ന അക്ഷരത്തിൻ്റെ അടുത്ത് ഔ എന്ന ചിഹ്നമാണ്. പൗ, പൗൻ. അടുത്തത് ജായാണ്. ജാക്ക് ഔ ചിഹ്നം കൊടുത്താൽ ജൗ, ജൗൻ, ജൗൻ. ജ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനത്തെ ജ, പിന്നെ ഔ ചിഹ്നം, ജൗ, ജൗൻ, ജൗൻ. ഓക്കെ, ജൗൻ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഏതാണ്? പിന്നെ അടുത്തത് സൗർ അല്ലേ? സൗർ എന്നാണ് അടുത്തതായിട്ട് വരുന്നത്. സൗർ. സ എന്ന അക്ഷരത്തിൻ്റെ അടുത്താണ് എന്തുള്ളത്? ഔ ചിഹ്നം, സൗർ. അടുത്തത് ദായാണ്. ധ എന്ന അക്ഷരത്തിൻ്റെ അടുത്ത് എന്താണുള്ളത്? ഔ ചിഹ്നമുണ്ട്, ധൗർ. എങ്ങനത്തെ ദായാണിത്? ഇങ്ങനത്തെ ധായാണ് കേട്ടോ, ധൗർ. അടുത്തത് ഗൗർ. ഏതാണ്? ഗ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനത്തെ ഗായാണ് കേട്ടോ, ഗൗർ, ഗൗർ. അടുത്തത് ഓർ. ചൗക്ക്, ചൗക്ക്. ച, ഈ ചായാണ്, ച, ചൗക്ക്, ചൗക്ക്. പൗദ, പൗദ. പ എന്ന അക്ഷരത്തിനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഔ എന്ന ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഈ ഇങ്ങനത്തെ ദായാണിത്, മലയാളത്തിൽ ഇങ്ങനെയുള്ള ദായാണ്, പൗദ, പൗദ. അടുത്തത് സ എന്ന അക്ഷരത്തിനാണ് വെച്ചിരിക്കുന്നത് അല്ലേ? സ എങ്ങനെയാണ് മലയാളത്തിൽ? സ, സ, സൗദ. അടുത്തത് ഹൗദ. ഹ, ഹ. ഇതേതാണ് അക്ഷരം? ഹ, ഹ, ഹൗദ. അടുത്തത് ചൗഡ. ച എന്ന അക്ഷരത്തിനാണ് ഢ, ചൗഡ. അടുത്തതായിട്ട് എന്താണ് മക്കളെ? ധ എന്ന അക്ഷരമാണ് വീണ്ടും വന്നതില്ലേ? നമ്മളിവിടെ ധ എന്ന അക്ഷരം ഒന്ന് പഠിച്ചതാണല്ലേ? ധാക്കി ഔ ചിഹ്നം കൊടുത്ത് പഠിച്ചതാണ്. അവിടെ ധാക്കി ഔ ചിഹ്നം കൊടുത്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ധാക്കി ഔ ചിഹ്നം കൊടുത്താണ് വന്നത്. എന്ത് വായിക്കും? ധൗ, ധൗഡ. എന്താ വായിക്കുന്നത്? ധൗഡ. അടുത്തതോ ബൗന. ബൗന. ഭ, ഭ എന്ന അക്ഷരത്തിന് ഔ ചിഹ്നം കൊടുത്തിരിക്കുന്നു. ബൗന, ബൗന. ചൗക്ക, ചൗക്ക. ച എന്ന അക്ഷരത്തിനാണ് ഔ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ചൗക്ക. മൗക്ക, മൗക്ക. മ, മൗ, മൗക്ക. അടുത്തത് ഏതാണ്? തായാണ് അല്ലേ? ത, ത. തൗല, തൗല. ഏതാണിത്? ല, ല എന്ന അക്ഷരമാണ് തൗല. അടുത്തത് ഏതാണ് അക്ഷരം? നായാണ് അല്ലേ? നാക്ക് ഏതാണ് കൊടുത്തിരിക്കുന്നത്? ഔ, നൗ, നൗക, നൗക. അടുത്തതോ എല്ലാവർക്കും അറിയാവുന്ന അക്ഷരമാണ് ഈ അക്ഷരം, എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ് ഈ അക്ഷരം? ഇതാണ് ക, 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 ക എന്നൊക്കെ പറയണ ക. കൗവ. കൗവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാക്ക. കൗവ. എന്താണ് കൗവന്റെ അർത്ഥം? കാക്ക എന്നാണ് കേട്ടോ. കൗ, കാക്കി ഔ ചിഹ്നം കൊടുത്തിരിക്കുന്നു. പിന്നെ കൗവ.
അടുത്തത് മൗസ. മൗ മൗ മായാണിത്. മാക്കാണ് ഔച്ചിഹ്നം കൊടുത്തത്. മൗസ. വീണ്ടും മാ എന്ന ചിഹ്നം തന്നെയാണ്. മൗ ആണ് വരുന്നത്. മൗത്ത്. എന്താണ്? മൗത്ത്. ചൗടി. ചൗടി. കൗടി. ദാ എന്ന അക്ഷരം നമ്മൾ 2-3 പ്രാവശ്യം പഠിച്ചില്ലേ? ദാക്കി ഔച്ചിഹ്നം കൊടുത്തിട്ട്. ധൗ. എന്താണ്? ധൗടി. പൗടി. പ എന്ന അക്ഷരത്തിനാണ് ഔച്ചിഹ്നം കൊടുത്തിരിക്കുന്നത്. പൗടി. ലൗകി. ല എന്ന അക്ഷരത്തിനാണ് ഔച്ചിഹ്നം കൊടുത്തത്. അപ്പൊ എന്താണ് വായിക്കുന്നത്? ലൗകി. അടുത്തതോ ചായാണ്. ചൗക്കി. ഇനി അടുത്തത് നോക്കാം. 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ 2 അക്ഷരങ്ങൾ വെച്ചിട്ടാണ് വായിച്ചത്. ഇനി 3 അക്ഷരമാണ് വരുന്നത്. മൗ, സ, പിന്നെ മായാണ്. മൗസം. എന്താണ്? മൗസം. ചൗഗട്ട്. എന്താണ്? ചൗഗട്ട്. ചൗ. എന്താണ് ഇത് വായിക്കുന്നത്? ചൗ. ഉണ്ടാ ച, അതിൻ്റെ അടുത്തൊരു വര, മുകളിൽ 2 വര. ചൗഗട്ട്. നൗക്കർ. നാക്കാണെന്ത്? ഔച്ചിഹ്നം വന്നിരിക്കുന്നത്. നൗക്കർ. അടുത്തത് ഏതാണ് അക്ഷരം? രായാണ് അല്ലേ? രാക്ക് ഏത് ചിഹ്നമാണ് വന്നിരിക്കുന്നത്? ഔച്ചിഹ്നം. രൗനക്. രൗ, പിന്നെ നായാണ് അടുത്ത അക്ഷരം അല്ലേ? അടുത്തത് കായാണ്. ചിഹ്നം ഏതാണ്? ചിഹ്നം ഔ. രൗനക്. അടുത്തത് നോക്കാം. രൗനക് എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ദൗലത്ത്. എന്താണ്? ദൗലത്ത്. അടുത്തത് എന്താണ്? ദൗലത്ത്. അടുത്തത് സൗ. എന്താണ്? സൗരവ്. ഓക്കെ. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. ഔക്കി മാത്ര വാലെ വാക്യാണ്. ഔ എന്ന മാത്രയിൽ വരുന്ന വാക്യം. ദേഖോ. ഇത് ഏച്ചിനാണ് നമ്മൾ പഠിച്ചതാ അല്ലേ? ഏച്ചിഹ്നം എങ്ങനെയാ? ഒരു വര മാത്രം. കണ്ടോ? ഈ അക്ഷരത്തിന്റെ മുകളിൽ ഒരു വര മാത്രം. പിന്നെ അക്ഷരത്തിന്റെ അടുത്ത് തന്നെ ഒരു വരയും മുകളിൽ ഒരു വരയും. അതാണ് ഓച്ചിഹ്നം. കണ്ടോ? ദേഖോ. കോൻ. ആയാ ഹേ. ദേഖോ കോൻ ആയാ ഹേ. रौनक से कहो. देखो कौन आया है? रौनक से कहो. दरवासा. गोले. ഗാന്റെ അടുത്ത് ഓച്ചിഹ്നം, ലാക്കി ഏച്ചിഹ്നവും അല്ലേ? ഗോലെ. ദർവാസ. ഗോലെ. അരേ. രാന്റെ മുകളിൽ ഏച്ചിഹ്നാണ്. അരേ. ഇതിൽ ഏകദേശം എല്ലാ ചിഹ്നങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? പിന്നെന്താണ്? ഔ എന്നതും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഔ എന്ന മാത്രമാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ എല്ലാ മാത്രകളും പറഞ്ഞു പോവുകയാണ്. കാരണം നിങ്ങളിപ്പോൾ എല്ലാ മാത്രകളും പഠിച്ചു. ഔ വരെയുള്ള എല്ലാ മാത്രകളും പഠിച്ചു അല്ലേ? അരേ. യഹ് തോ. ഓ ചിഹ്നാണ് ഇവിടെ. യഹ് തോ. ഗൗരി. ഗൗരി. गौरी दीदी है. यह तो गौरी दीदी है. साथ में मौसी भी है. मौसी. मौसी भी है. കണ്ട? മാൻ്റെ അടുത്ത് എന്താണ്? ഔച്ചിഹ്നാണ്. അപ്പം മൗ, പിന്നെ സ, ഈ ചിഹ്നം മൗസി, ബി ഹേ. इन्हें ये लोग जौनपुर ഔ ആണല്ലേ ഇവിടെ? ഔ ആണ്. ഔച്ചിഹ്നാണ് ഇവിടെ വന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഔച്ചിഹ്നം. जौनपुर से आए हैं. साथ
സാത്ത് മേം. ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ വായിക്കുന്നതിന് മുമ്പേ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്നെക്കാട്ടും മുമ്പ് വായിച്ചാലാണ് ശരി തെറ്റോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ശരിയായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നേക്കാൾ മുമ്പ് വായിക്കാൻ പറഞ്ഞത്. സാത്ത് മേം. അടുത്തത് എന്താണ്? സൗരഭ്. സൗരഭ് അല്ലേ? സൗരഭ്. സൗരഭ്. ബി. आया. सौरभ भी आया है. സൗരഭ് भी आया है. സബ്. സബ് എന്താണ്? സായും ബായും എന്താ വായിക്കുക? സബ്. സബ്. അടുത്തത് എന്താണ്? അതെ, നാക്കി ഔച്ചിനാണ് നൗ അല്ലേ? നൗ എന്നല്ല പറഞ്ഞത്. അതെ, എന്താണ്? നൗ. നൗഖ. 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 മേം. മേം. बैठकर. बैठकर. ആയേ ഹേ. കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നില്ലേ? ഇനി ആദ്യം മുതൽ നമ്മൾ ആദ്യം തൊട്ടിട്ട് എന്ന മാത്ര തൊട്ടിട്ട് ഔ എന്ന മാത്ര വരെ കണ്ട കുട്ടികൾ ഇതിലുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ മാത്രകളും പഠിച്ചു. ഏതൊക്കെ പഠിച്ചു, ഏതാണ് നിങ്ങൾക്ക് പ്രയാസം, എത്ര പഠിച്ചിട്ടും വീണ്ടും തെറ്റിപ്പോകുന്ന മാത്രയുണ്ടെങ്കിൽ, അതായത് ചിഹ്നം ഉണ്ടെങ്കിൽ അത് ഏതാണ്, അതൊന്നും കമൻറ്റ് ചെയ്യണേ. रौनक. रौनक. रौ. औ. रौनक. मौसी. औ. मौसी. का. मौसी का. सामान. 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 भीतर. भीतर. रग. रग. मौसी का सामान भीतर रग. ദൗഡ്കർ. ദൗഡ്കർ. ധൗ. ധാൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഔച്ചിനല്ലേ? ദൗഡ്കർ. മാധ. മാധ. മാധാജി. മാധാജി. സേ. സേ. സാൻ്റെ മുകളിലെ ചിഹ്നാണ് അല്ലേ? സേ. കഹ്. കച്ചൗടി. കച്ചൗടി. പക്കൗടി. പക്കൗടി. കാക്കാണ് ഔച്ചിഹ്നം. ഡി. പക്കൗടി. വ. ലൗക്കി. ലൗക്കി. ഇതിൽ ഈ മൂന്നെണ്ണപ്പം എങ്ങനെയാണ്? ഔച്ചിഹ്നം മാത്രമാണ് വന്നത് അല്ലേ? ഇവിടെ ചൗ, കൗ, ലൗ. മൂന്ന് സ്ഥലത്തും ഔച്ചിഹ്നമാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നം ഔച്ചിഹ്നം. എങ്ങനെയാണ്? അക്ഷരത്തിൻ്റെ അടുത്തൊരു വര കണ്ടോ? ച എന്ന അക്ഷരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വര, അതിൻ്റെ മുകളിലായിട്ട് രണ്ട് വര. ഓക്കെ, അതാണ് ഔ. ചൗ. ലൗക്കി. ക. രായത്ത. രായത്ത. ബനാലേങ്കി. ബനാലേംകി. ലേം. ലേ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? അപ്പം ലേം. ലേങ്കി. ലേങ്കി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് വായിക്കാനുള്ള സെൻറ്റൻസ്. വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. ഒന്നുകൂടെ വായിക്കാം. ദേഖോ കോൻ ആയാ ഹേ. रौनक से कहो दरवाजा गोले. अरे यह तो गौरी दीदी है, साथ में मौसी भी है. ये लोग जौनपुर से आए हैं. साथ में सौरभ भी आया है. सब नौका में बैठकर आए हैं. रौनक मौसी का सामान भीतर रख. दौड़कर मादाजी से कह. कचौड़ी पकौड़ी व लौकी का रायता बना लेंगी. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.